കിടിലം. കിടിലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രണ്ടാമത്തെ പ്രാവശ്യം കാണണം. പക്ഷെ BGM സെലക്ഷനും പിന്നെ സ്ക്രിപ്റ്റും വലിയ ഇതില്ലെങ്കിലും ആക്ഷൻ സീക്വൽസ്, ഗോറ്, പിന്നെ എന്തോ സിനിമാറ്റോഗ്രഫി അത് എടുത്തു പറയണം. കാരണം എവിടെയൊക്കെ വെച്ച് ഫ്രെയിം എടുക്കണമെന്ന് ഡയറക്ഷൻ നല്ല രീതിയിൽ അറിയാം. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം, അതാണ് കിടിലം. ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മൂവിക്ക് അവർ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ക്രിഞ്ച് ഉണ്ട്. പിന്നെ BGM സെലക്ഷൻ ഇത്തിരി ബാക്കിൽ കിടില. അവരൊക്കെ ജഗതിയുടെ അഭിനയം എനിക്ക് ശരിയും കൂടെ. ജഗദീഷ് സിനിമ സ്റ്റോറി ലൈൻ അത്രയില്ല, ക്യാരക്ടർ ഡെപ്ത് ഇല്ല, പക്ഷെ വയലൻസ് ഫുൾ വയലൻസ് ആണ് അത്ര. ഓ കൊള്ളാം, നല്ല വയലൻസ് ഉണ്ട്. ആ വരണം, മലയാളം ഇൻഡസ്ട്രിയിൽ വരണം. അപ്പുറം വരണം. കിടിലം കിടിലം കൊള്ളാം. ഓ രതീശ്വര ഓ കൊള്ളാം, അതൊരു ഞെട്ടിച്ചായിരുന്നു. നല്ല രീതിക്ക് ഞെട്ടിച്ചായിരുന്നു. ആ സെക്കൻഡ് ഹാഫ് വന്നപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല അടിപൊളി പടമായിരുന്നു. നല്ല ഫൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനൊന്നും വന്നില്ല. ഇല്ല അങ്ങനെ അല്ല, അങ്ങനൊന്നും തോന്നിയില്ല. എല്ലാവരുടെയും നല്ലായിരുന്നു. കൊള്ളായിരുന്നു, നല്ലായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു. ഫൈറ്റ് എല്ലാം സീനായിരുന്നു. പിന്നെ നമുക്ക് ഉണ്ണിമൂന്തൻ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അടിപൊളിയുണ്ടായിരുന്നു. ആ മാറാൻ ചാൻസ് ഉണ്ട്. കാരണം അത്ര അടിപൊളി കിടില ആക്ടിങ് ആയിരുന്നു. എല്ലാം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഫൈറ്റ് ഒക്കെ പുള്ളിക്കാരൻ തന്നെയാണ് ചെയ്തത്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. ഭയങ്കര പേടിപ്പിക്കുന്ന പോലെ പടാണ്. പിന്നെ എല്ലാപ്പോഴും ഭയങ്കരമായിട്ട് പേടിയോ. അമേസിങ്, സൂപ്പർ, എല്ലാരും സൂപ്പർ. ആ അതെ അതെ, ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. അത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇതിപ്പോ എല്ലാം സ്പോയിലർ ആയില്ലേ. ആ എന്റെ സെക്കൻഡ് ഹാഫ് ഭയങ്കര വയലൻസ് ആണ്. എന്നാലും കൊള്ളാം, ഇഷ്ടമായി. അമേസിങ്. കൊള്ളാം. വയലൻസ് ഉണ്ട്. എത്ര എക്സ്പെക്ട് ചെയ്തെന്നാ വയലൻസ് കണ്ടിട്ട് അത്രയ്ക്കൊന്നും തോന്നിയില്ല. പക്ഷെ കൊള്ളാം, നല്ലതായിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ നല്ലതാണ്. ഭയങ്കര ആക്ഷൻ, അടിപൊളി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. സൂപ്പർ ആയിരിക്കും. അതും അടിപൊളി. നല്ല അടിപൊളി ആക്ഷൻ ആയിരുന്നു. നൈസ് മൂവി. നല്ലോണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സൂപ്പർ മൂവിയാണ്. അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ആ ഒരു ആക്ടിങ്ങും ആ ഒരു ബോഡി ഇത് ഫുൾ ഹെവിയാണ്. കണ്ടാൽ മതി, അത്രയാണ്. നല്ല സിനിമ. ആക്ഷൻ തന്നെ. പുള്ളിയുടെ ആക്ഷനേ ഉള്ളൂ. പുള്ളിയിൽ ഏറ്റവും ബെസ്റ്റ്. നല്ല പടമാണ്. സൂപ്പറായിരുന്നു. അടിപൊളി പടം. പൊളി. സൂപ്പർ പടം. കൊള്ളായിരുന്നു. ആക്ഷൻ നല്ല ഫൈറ്റ് ആയിരുന്നു. നല്ല വയലൻസ് നല്ല രീതിയിലുണ്ടായിരുന്നു. ഉണ്ണിമൂന്നിന്റെ സൂപ്പർ. വില്ലന്മാരാണെങ്കിൽ സൂപ്പർ. കൊള്ളാം കൊള്ളാം. പിന്നെ കുഴപ്പമില്ല, അത്രല്ല, കണ്ടാ മതി. കൊള്ളാം കൊള്ളാം. കുഴപ്പമില്ല, വയലൻസ് നല്ലതാ. പക്ഷെ ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രോബ്ലംസ് ചോദിച്ചാൽ ഓക്കെയാണ്. ഇല്ല, മലയാള സിനിമയിലൊക്കെ ഫൈൻ. വർക്ക് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. പെർഫോമൻസ് ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ, മെച്ചൂർ ഫീലായി. ഇല്ല അങ്ങനെയല്ല, മലയാള സിനിമയല്ലേ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അവരുടെ അത് നന്നായിട്ടുണ്ട്. കൊള്ളാം. പൊളി.